ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഇളനീർ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ 3 ഇളനീർ എടുത്തിട്ടുണ്ട്. 2 കേട്ടോ വേണ്ട, ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം മൂക്കാത്ത ഇളനീർ നോക്കിയിട്ട് എടുക്കുക. കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ളതും എടുക്കരുത്, അപ്പോഴും ടേസ്റ്റ് കുറയും. ഇതുപോലെ നല്ല കാമ്പുള്ളത് തന്നെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് മാത്രമാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. ബാക്കി 2 ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കട്ട് ചെയ്തിട്ട് വേറെ വെച്ചുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇളനീർ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ അടിക്കേണ്ടത്. 1 ഗ്ലാസ് ഇളനീർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുക്കുന്നത്. 3 ഇളനീരിന് 3 കപ്പ് പാല് കൂടുതൽ ചേർത്ത് കൊടുക്കുക. 1 ലിറ്റർ വരെ ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് കുറയും. എന്നാലും 3 കപ്പ് ആയിരിക്കും നല്ലത്. ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം മാത്രം പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, ഇതിൻ്റെ കളറ് മാറും. 2 ടേബിൾ സ്പൂണ് മതിയാവും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ ആയി പോവരുത്, അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഏലക്കായുടെ ആ ഒരു ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/2 സ്പൂണ് നോക്കിയിട്ട് ചേർത്തിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തണുപ്പിച്ച് കഴിക്കുന്നവരാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ കണക്കായിരിക്കും. അതെല്ലാം ഇനി ചെറിയ ചൂടോടെ കഴിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം മധുരം മാത്രം മതി എന്നുള്ളവർക്ക് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണ്ട. ഇത് കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാവും. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇളനീർ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. കാമ്പൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പോലെ ഒന്ന് തിളപ്പിക്കുന്നത്. കൂടുതൽ മൂത്തതെടുക്കരുതേ. അപ്പോൾ ഇത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു തേങ്ങയൊക്കെ കടിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടി വെക്കണം. നല്ല പോലെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഈ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്താൽ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടി വെക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണിയാൻ വേണ്ടി വെക്കാം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിരകിയ തേങ്ങയാണ് 1 കപ്പ്. അതിലേക്ക് 3/4 ഗ്ലാസോളം ഇളനീർ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് 1/4 ഗ്ലാസ് മാത്രം ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കണ്ടേ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇളനീർ വെള്ളം ചേർത്തിട്ട് തന്നെ അടിക്കുക, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാണിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ പാലിവിടെ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് അടിച്ചു വെച്ച ഇളനീർ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ചേർക്കുക. ഇത് ഒരു ലൂസായിട്ടുള്ള പായസമാണ് ഉണ്ടാവാൻ, അതുകൊണ്ടാണ് കട്ടി തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാട്ടോ ഉള്ളത്, ഓണാക്കിയിട്ടില്ല. ഇനി ഇത് രണ്ടും നല്ലപോലെ മിക്സ്
കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്തതാണ്. ഗീയിൽ 1 ടീസ്പൂൺ ഗീയിൽ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഗീ കൂടുതൽ ഇതിൽ ചേർക്കരുത്. നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കുക. ഗീ കൂടുതലായി കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച പോലെ പായസത്തിന് ഒരു വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ ഗീ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. തിളപ്പിച്ചെടുക്കരുത്, ഒരുപാട് സമയം തിളപ്പിക്കരുത്, പാല് പിരിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് വേണ്ട അത്യാവശ്യം ചൂട് മാത്രം മതി. അത്ര ആകുമ്പോൾ മാത്രം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടുതൽ ചൂടിലൊന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ. ഒരു ചെറിയൊരു ചൂടിൽ മാത്രമേ കഴിക്കാൻ കഴിയൂ. പിന്നെ നല്ലപോലെ തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.